കോമ്രേഡ് സീതാറാം യെച്ചൂരിക്ക് വിട. വിപ്ലവ സൂര്യനായി തിളങ്ങുന്നു ജനമനസ്സുകളിൽ ആ കമ്മ്യൂണിസ്റ്റ് നേതാവ്. CPIM-ന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രതിസന്ധി കാലത്ത് ചെങ്കൊടി ഉയർത്തിപ്പിടിച്ച് പോരാടിയാണ് ആ മടക്കം. പ്രിയപ്പെട്ട സഖാക്കളെ, സുഹൃത്തുക്കളെ, എനിക്ക് മലയാളം അറിയില്ല. എൻ്റെ മാതൃഭാഷ തെലുങ്കാന. സീതാറാം. സമകാലിക ഇന്ത്യയിൽ ഇതിലും വിപ്ലവകരമായ പേരുള്ള ഒരു കമ്മ്യൂണിസ്റ്റിനെ നിങ്ങൾക്ക് കാണിച്ചു തരാനാകുമോ? സീതാറാം എന്ന പേരുമായി ആ മനുഷ്യൻ വർഗീയതയ്ക്കെതിരെ സംസാരിക്കുന്നത് ഇന്ത്യ കണ്ടു. മുദ്രാവാക്യങ്ങൾ ശരിയെങ്കിൽ വിപ്ലവ സൂര്യന് നിറം ചുവപ്പാണ്. സീതാറാം യെച്ചൂരി ആ ചുവപ്പിൽ രക്തം ചാലിച്ച സഖാവാണ്. Like different rivers flow in different directions to merge in the same ocean, like that different human beings through their own faiths or through being an atheist all merged into one ocean of humanity. ഇന്ദിര മുതൽ മോദി വരെയുള്ള അധികാര ബിംബങ്ങളോട് വിരൽ ചൂണ്ടിയ രക്തനക്ഷത്രം. ജനാധിപത്യ ഇന്ത്യയുടെ നിത്യാകാശത്ത് കോമ്രേഡ് യെച്ചൂരി ചെന്താരകമായി തിളങ്ങുന്നു. അധസ്ഥിത അടിസ്ഥാന ന്യൂനപക്ഷ വർഗരാഷ്ട്രീയത്തിന്റെ വക്താവായി വിളങ്ങിയ ആദർശശാലി. സ്വന്തം രാഷ്ട്രീയ അസ്തിത്വം ഉയർത്തിപ്പിടിക്കുമ്പോഴും മനുഷ്യരെന്ന നിലയിൽ വ്യക്തിബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകിയിരുന്ന കമ്മ്യൂണിസ്റ്റ്. അടിയുറച്ച കമ്മ്യൂണിസ്റ്റ് ആയിരിക്കുമ്പോഴും ഇന്ത്യൻ യാഥാർത്ഥ്യങ്ങളിൽ പ്രായോഗികതയുടെ രാഷ്ട്രീയ പ്രതിപക്ഷ സാധ്യതകൾ കണ്ട പൊളിറ്റിക്കൽ സയന്റിസ്റ്റ്. ഇന്ത്യൻ നാഷണൽ ഡെമോക്രാറ്റിക് ഇൻക്ലൂസീവ് അലയൻസ് എന്ന ഇന്ത്യ മുന്നണി യാഥാർത്ഥ്യമാക്കിയതിൽ യെച്ചൂരിയുടെ പങ്ക് അവിതർക്കിതമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന പാർട്ടി ഏറ്റവും വലിയ പ്രതിസന്ധി കാലത്തെ അഭിമുഖീകരിക്കുമ്പോഴും പ്രസക്തി നഷ്ടപ്പെടാതെ നിലനിർത്തിയ നേതാവ്. ആഴത്തിലുള്ള പഠനവും അനുഭവത്തിലുള്ള ഇന്ത്യയുമാണ് യെച്ചൂരിയിലെ രാഷ്ട്രീയക്കാരനെ രൂപപ്പെടുത്തിയത്. ചെന്നൈയിലെ തെലുങ്കു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച സീതാറാം പഠനവഴിയിലെ വിപ്ലവം ഭുജിച്ചു. പേരിനൊപ്പമുള്ള ജാതിവാൽ മുറിച്ച് ഇന്ത്യൻ വിദ്യാർത്ഥി മുന്നേറ്റത്തിന്റെ മുന്നണിയിലെത്തി. 1977 സെപ്റ്റംബർ 5 അന്നത്തെ JNU ചാൻസലർ ഇന്ദിരാഗാന്ധിക്ക് മുന്നിൽ പ്രതീകാത്മക കുറ്റപത്രം വായിച്ച അതേ സമരവീര്യം 2024 മോദി ഭരണത്തിനെതിരായ ഇന്ത്യ മുന്നണിയുടെ സമ്മേളനങ്ങളിലും നാം കണ്ടു. ഹർകിഷൻ സിംഗ് സുർജിത്തിനെ ആവേശത്തോടെ അനുസ്മരിക്കുന്ന ദൃശ്യമാണ് അവസാനമായി യെച്ചൂരിയുടേതായി സഖാക്കൾ കണ്ടത്. അതും ആശുപത്രി കിടക്കയിൽ. അവസാനിക്കുന്നില്ല മുദ്രാവാക്യങ്ങൾ, കെടുന്നില്ല സമരാഗ്നി. ഒരിക്കൽ കൂടി ലാൽ സലാം, ലാൽ സലാം, ലാൽ സലാം സീതാറാം.